വൈ മെഡിറ്റേഷൻ? എന്തൊക്കെ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്? ടൈം വേസ്റ്റ് ആണോ? ശരിക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ? യായിനോ നിങ്ങളിതുപോലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു ഡേ 11 ഓഫ് 15 days ഗ്രോത്ത് ചലഞ്ച്. ദിസ് ഓൾ 15 days ഐ വിൽ പോസ്റ്റ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോ. അപ്പോൾ അതിൽ പാട്ടാവണം. നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യുക. സിമ്പിളായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണാണെങ്കിൽ എപ്പോഴും സ്ലോ ആണ്, ഹാങ് ആവുക. നിങ്ങളെന്തിട്ട് ചെയ്യുക? ആ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ. സ്ട്രെസ്സ് കളയാനും ഓവർ തിങ്കിങ് എല്ലാം കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. വൈ മെഡിറ്റേഷൻ ഈസ് സോ പവർഫുൾ? നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. ഓരോ തോട്ടുകളും ഷാർപ്പാവും. ഈ ഫോക്കസ് കിട്ടാൻ തുടങ്ങും. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കൺട്രോൾ കിട്ടും. നമുക്ക് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയും. നമുക്ക് നന്നായി ക്ഷമ കിട്ടും. മെയിൻലി ലെസ് ഓവർ തിങ്കിങ്. ഒരു ഡേ കൊണ്ടൊന്നും മെഡിറ്റേഷൻ ഒരിക്കലും പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. അത് പ്രാക്ടീസും എല്ലാം വേണം. നിങ്ങൾക്കൊരു നല്ലൊരു മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ പറയും, ഞാൻ അപ്പോൾ ചെയ്യാം. സീ യു നെക്സ്റ്റ് വീഡിയോ.